ഗുഡ് ഈവനിങ് ഓൾ. പുതിയ ധാരണകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ സൗത്തിലുണ്ടായിരുന്ന കിങ്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും ഏൻഷ്യന്റ് ചേര, ചോള, പാണ്ഡ്യ എന്നിങ്ങനെ 3 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അവരെയാണ് തമിഴകം എന്ന്. അവരെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുന്ന പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് സംഘം ലിറ്ററേച്ചർ ആണെന്നും നമ്മൾ കണ്ടു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത് സെൻട്രൽ ഏഷ്യയിലും അതുപോലെ വെസ്റ്റേൺ പാർട്സിലൊക്കെ ഉണ്ടായിരുന്ന ശതവാഹനാസിനെ കുറിച്ചിട്ടും അതുപോലെ ഷാഗാസിനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു. അതുകൂടാതെ ഡിവൈൻസ് കിങ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ദൈവിക രാജാക്കന്മാർ ആരാണെന്ന് പറഞ്ഞു. കുശാനന്മാരായിരുന്നു ദൈവിക രാജാക്കന്മാർ എന്നറിയപ്പെടുന്നത്. അവരവരുടെ സാമൂഹിക പദവിയൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് ഈ ദൈവിക പരിവേഷ അവർ സ്വീകരിച്ചിരുന്നു. അതുകൂടാതെ അവര് സൺ ഓഫ് ഗോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പുതിയൊരു ഭാഗം നമുക്ക് പഠിക്കാം, എ ചേഞ്ചിങ് കൺട്രി സൈഡ്. അതിൽ നമ്മൾ ഈ ഭാഗത്തിനെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പോപ്പുലർ പെർസെപ്ഷൻസ് ഓഫ് കിങ്സ്, സ്ട്രാറ്റജീസ് ഫോർ ഇൻക്രീസിങ് പ്രൊഡക്ഷൻ, ഡിഫറൻസസ് ഇൻ റൂറൽ സൊസൈറ്റി, ലാൻഡ് ഗ്രാൻഡ് ആൻഡ് ന്യൂ റൂറൽ എലിറ്റ്സ്. ഇങ്ങനെ 4 ഭാഗമായിട്ട് ഈ ടോപ്പിക്കിനെ തിരിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം, പോപ്പുലർ പെർസെപ്ഷൻ ഓഫ് കിങ്സ്. വാട്ട് ഡിഡ് സബ്ജക്ട് തിങ്ക് അബൌട്ട് ദെയർ റൂളേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഒന്ന് പറഞ്ഞേ. വെരി ഗുഡ്. റൂളേഴ്സിനെ കുറിച്ച് അവിടുത്തെ സബ്ജക്റ്റ്, അതായത് അവിടുത്തെ ജനങ്ങള് എന്താണ് ചിന്തിച്ചിരിക്കുന്നത് എന്നാണ് അതിനർത്ഥം. രാജാവിനെ കുറിച്ചിട്ടുള്ള ഈ ജനങ്ങളുടെ ഈ കാഴ്ചപ്പാടൊന്നും, അതായത് രാജാവിനെ കുറിച്ചിട്ടുള്ള എന്താണ് അവരുടെ രാജാവിന്റെ സ്വഭാവം എന്നൊന്നും ഒരു ഇൻസ്ക്രിപ്ഷൻസിലും അതുപോലെ ടെക്സ്റ്റുകളിലൊന്നും എഴുതപ്പെട്ടിട്ടില്ല. അതിന് ഇത് പക്ഷെ നമ്മുടെ ചരിത്ര രചനയിൽ ഇത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനായിട്ട് ഹിസ്റ്റോറിയൻസ് എക്സാമിൻ ദ സ്റ്റോറീസ് ജാതകാസ് ആൻഡ് പഞ്ചതന്ത്ര. ജാതക സ്റ്റോറീസും അതുപോലെ തന്നെ പഞ്ചതന്ത്രങ്ങളൊക്കെ, പഞ്ചതന്ത്ര കഥ ഇത് കേട്ടിട്ടില്ലേ? പഞ്ചതന്ത്രം, ജാതകാസും പഞ്ചതന്ത്രമൊക്കെ ഹിസ്റ്റോറിയൻസ് എക്സാമിൻ ചെയ്തു. അതിലെ കഥാസൂചകങ്ങളുടെ ഒക്കെ ആശ്രയിച്ചിട്ടാണ് ഹിസ്റ്റോറിയൻസ് ജനങ്ങള് അവരുടെ രാജാക്കന്മാരെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ദി സ്റ്റോറീസ് ആർ പോപ്പുലർ ഓറൽ ടെയിൽ. ഈ സ്റ്റോറീസ് എന്ന് പറയുന്നത് അത് വാമൊഴി ആയിട്ടാണ് നിലനിന്നിരുന്നത്. വാമൊഴി എന്ന് പറഞ്ഞാൽ എന്താ? വാമൊഴിയായിട്ട് അതായത് ഒരാളത് കേട്ട കാര്യം അല്ലെങ്കിൽ കണ്ടറിഞ്ഞിട്ടുള്ള കാര്യം മറ്റാളുകളോട് പറഞ്ഞ് അറിയുന്നു, അങ്ങനെ അയാൾ മറ്റൊരാളോട് പറയുന്നു, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണിത്. ഇത് എഴുതി വെച്ചിട്ടില്ല. The Jatakas were written in Pali around the middle of the first millennium CE. CE 1-ാം നൂറ്റാണ്ടിലാണ് ഈ ജാതക കഥകള് പാലി ഭാഷയിലേക്ക്. ഇതൊരു ജാതക കഥയാണ്. ആ ജാതക കഥയുടെ പേര് ഗണ്ഡതിണ്ടു ജാതക എന്നാണ്. ആ കഥയിൽ പറയുന്നതിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു രാജാവ് ആ രാജ്യത്തെ ജനങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രാജാവ് വേഷം മാറിയിട്ട് നാട്ടിൽ സഞ്ചരിച്ചു. അതിന് ഈ രാജാവ് ചെല്ലുന്നിടത്തൊക്കെ ഈ രാജാവിനെ പറ്റി കുറ്റം പറയുന്നതും അയാളെ ശപിക്കുന്നതാണ് ഈ രാജാവ് കേൾക്കുന്നത്. അത് ജനങ്ങൾ അത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, പകലാണെന്നുണ്ടെങ്കിൽ ഈ രാജാവ് പറഞ്ഞയക്കുന്ന നികുതി പിരിവുകാരുടെ ശല്യം, അതുപോലെ തന്നെ രാത്രിയാണെങ്കിൽ ഒരുപാട് കൊള്ളക്കാരുടെ ശല്യം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ രാജാവിനെ ശപിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പീഡനങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾ പലരും കാട്ടിലേക്ക് പലായനം ചെയ്യുകയാണ് ചെയ്തിരുന്നത്. കേട്ടോ കഥ? കഥ എന്താ മനസ്സിലായ? This story indicates the strained relationship between a king and his subject. അതില്
കിങ്ങിന്റെയും അതുപോലെ തന്നെ സബ്ജക്റ്റുമായിട്ടുള്ള അത്ര നല്ല ബന്ധമൊന്നും ഇതിലുണ്ടായിരുന്ന ഈ കഥയിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അക്കാലത്തൊന്നും നിലനിന്നിരുന്നില്ല. The king often tried to collect high taxes. People found such collection oppressive. കിങ് ഹൈ ടാക്സസ് ഒക്കെ കളക്ട് ചെയ്തിരുന്നു. അത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. People found two strategies to escape this situation. അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഈ കിങ് ഒരുപാട് ഹൈ ടാക്സസ് ഒക്കെ ഇമ്പോസ് ചെയ്തുകൊണ്ട് അത് മറികടക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ രണ്ട് സ്ട്രാറ്റജീസ് ആണ് അവർ കണ്ടെത്തിയത്. ഒന്നാമത്തെ പറയുന്നത് എസ്കേപ്പിംഗ് ഇൻ ടു ദി ഫോറസ്റ്റ്, കാട്ടിലേക്ക് അവർ രക്ഷപ്പെട്ടു. പിന്നെ രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇൻക്രീസ് പ്രൊഡക്ഷൻ ടു മീറ്റ് ഹൈ ഡിമാൻഡ് ഓഫ് ടാക്സ്. അതായത് ടാക്സിന്റെ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. അവർക്ക് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം കൂടുന്തോറും അവർ ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രൊഡക്ഷൻ കൂട്ടാൻ തുടങ്ങി. ഇനി നമ്മൾ പറഞ്ഞ ഈ ചേഞ്ചിങ് കൺട്രി സൈഡിലെ സെക്കൻഡ് പോയിന്റ് ആണ്. അതില് നമ്മൾ പറഞ്ഞു ഹൈ ടാക്സസ് ഇമ്പോസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് അവർ സ്വീകരിച്ചത്, ഈ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചതെന്നാണ് ഈ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് വൺ സ്ട്രാറ്റജി വാസ് ഫ്ലോക്ക് അഗ്രികൾച്ചർ. അതായത് കലപ്പ ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതിയൊക്കെ ആരംഭിച്ചു. കലപ്പ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് ഈ കലപ്പയ്ക്ക് പകരം കലപ്പയ്ക്ക് പകരം നമ്മൾ ട്രാക്ടറൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ അവര് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ആദ്യം സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് ഫ്ലോക്ക് അഗ്രികൾച്ചർ ആയിരുന്നു. അതായത് കലപ്പ ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതി ആയിരുന്നു. ഇത് ഗംഗ അതുപോലെ കാവേരി തുടങ്ങിയ നദീതീരങ്ങളിലൊക്കെ BC 6-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇത് വ്യാപിച്ചിരുന്നു. അത് ഫലപുഷ്ടമായിട്ടുള്ള മണ്ണ് ഉഴാനായിട്ട് അവര് ഇരുമ്പിന്റെ കലപ്പകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി സെക്കൻഡ് ആണ് പാഡി ട്രാൻസ്പ്ലാന്റേഷൻ, ഞാറ് പറിച്ചു നടല്. ഞാറ് പറിച്ചു നടുന്നത് കണ്ടിട്ടുണ്ടോ? ആ നെല്ല് വിതച്ചത് അത് ചിലപ്പോൾ കൂട്ടം കൂടിയൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. പിന്നെ അതൊന്ന് വലുതായി ഒരു പറിച്ചു നടേണ്ട ആ സമയം ആവുമ്പോൾ ഒരുപാട് പേര് ചേർന്നിട്ട് ഞാറ് പറിച്ചിട്ട് അത് ഒരു പ്രത്യേക രീതിയിൽ അളവിൽ അത് ആദ്യം നടുകയാണ് ചെയ്യുന്നത്. ഈ ഞാറ് പറിച്ച് നടുന്നതിന്റെ ആവിർഭാവത്തോട് കൂടിയിട്ട് നെല്ലിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു ആ കാലഘട്ടങ്ങളിൽ. പിന്നെ മറ്റൊരു സ്ട്രാറ്റജിയാണ് യൂസ് ഓഫ് ഇറിഗേഷൻ ത്രൂ വെൽസ്, ടാങ്ക്സ് ആൻഡ് കനാൽസ്. കിണറുകളും അതുപോലെ തന്നെ കുളങ്ങളും അതുപോലെ കനാലുകളൊക്കെ നിർമ്മിച്ച് ജലം ശേഖരിച്ച് അവർ കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു. അത് ചിലപ്പോൾ കമ്മ്യൂണിറ്റികളോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലൊക്കെ ഈ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പോയിന്റ് മനസ്സിലായോ? മൂന്നെണ്ണം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ മൂന്നും പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ആണ് ഡിഫറൻസസ് ഇൻ റൂറൽ സൊസൈറ്റി, ഗ്രാമീണ സമൂഹത്തിലെ വ്യത്യസ്തതകൾ. അതായത് ഈ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തതോടുകൂടി സമൂഹത്തിൽ വളരെയധികം പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജിയുടെ ഉപയോഗം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടൊക്കെ സഹായിച്ചു. ബട്ട് ഓൾ പീപ്പിൾ കുഡ് നോട്ട് ഗെറ്റ് ഇറ്റ്സ് ബെനിഫിറ്റ്. പക്ഷെ എല്ലാ ജനങ്ങൾക്കും അതിന്റെ ബെനിഫിറ്റ് ലഭിച്ചിരുന്നില്ല. ദർ വാസ് എ ഗ്രോയിങ് ഡിഫറൻഷിയേഷൻ എമംഗ് ദി പീപ്പിൾ. ജനങ്ങൾക്കിടയിൽ തന്നെ വേർതിരിവ് ഉണ്ടാവുകയും ചെയ്തു. ബുദ്ധിസ്റ്റ് സ്റ്റോറീസ് മെൻഷൻ അബൌട്ട് ദ ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്, സ്മോൾ പെസൻസ് ആൻഡ് ലാർജ് ലാൻഡ് ഹോൾഡേഴ്സ്. ബുദ്ധിസ്റ്റ് സ്റ്റോറീസിൽ ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്, അതായത് ഭൂരഹിതരായ കർഷക തൊഴിലാളികൾ, അതുപോലെ സ്മോൾ പെസൻസ് ചെറുകിട കർഷകര്, അതുപോലെ ലാർജ് ലാൻഡ് ലോഡ്സ്, ലാൻഡ് ഹോൾഡേഴ്സ്, അതായത് വൻകിട ഭൂവുടമകളെ കുറിച്ചിട്ടൊക്കെ ഈ ബുദ്ധിസ്റ്റ് സ്റ്റോറീസിലൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ദ ടേം ഗഹപതി യൂസ്ഡ് ഇൻ പാലി ടെക്സ്റ്റ് ടു ഡെസിഗ്നേറ്റ് സ്മോൾ പെർസൺ ആൻഡ് ലാർജ് ലാൻഡ് ഹോൾഡേഴ്സ്.
പാലി ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരുന്ന ഗഹപതി എന്ന ടേം ഈ സ്മോൾ പെർസൻസിനെയും അതുപോലെ തന്നെ ലാർജ് ലാൻഡ് ഹോൾഡേഴ്സിനെയും സൂചിപ്പിക്കുന്നതിനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഗഹപതി എന്ന ടേം. ദ ലാർജ് ലാൻഡ് ഹോൾഡേഴ്സ് ആൻഡ് വില്ലേജ് ഹെഡ്മാൻ എമർജ്ഡ് ആസ് പവർഫുൾ ഫിഗർ. പൊസിഷൻ ഓഫ് വില്ലേജ് ഹെഡ്മാൻ വാസ് ഓഫ്റ്റൻ ഹെറിഡിറ്ററി. ഈ ലാർജ് ലാൻഡ് ഹോൾഡേഴ്സും അതുപോലെ വില്ലേജ് ഹെഡ്മാൻ അതായത് ഗ്രാമത്തലവന്മാരും ശക്തരായിട്ട് മാറി. പൊസിഷൻ എന്ന് പറയുന്നത് അവരുടെ ഹെറിഡിറ്ററി ആയിരുന്നു. അതായത് ഒരാൾക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അയാളുടെ മകനായിരിക്കും അടുത്ത അവകാശി. പിന്നെ തേർഡ് പോയിന്റ്, ദേ എക്സസൈസ് കൺട്രോൾ ഓവർ അതർ കൾട്ടിവേറ്റേഴ്സ്. അവര് മറ്റ് കർഷകരുടെ മേലൊക്കെ അവർ നിയന്ത്രണം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഇൻ ഏർലി തമിഴ് ലിറ്ററേച്ചർ ഓൾസോ ദർ ഈസ് മെൻഷൻ ഓഫ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ വില്ലേജസ്. ദേ വർ വെള്ളാളർ, ഉഴവർ, അടിമൈ. ഏർലി തമിഴ് ലിറ്ററേച്ചർ ഏതാ? അതിനെ മൊത്തത്തിൽ ഒരു പേര് പറയും. സംഘം ലിറ്ററേച്ചർ. അതില് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ, ഗ്രാമങ്ങളിൽ വസിക്കുന്ന വിവിധ തരത്തിലുള്ള ജനവിഭാഗങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെയാണ് വെള്ളാളർ. വെള്ളാളർ എന്ന് പറയുന്നത് ലാർജ് ലാൻഡ് ഓണേഴ്സ്, വൻകിട ഭൂവുടമകള്. രണ്ടാമത്തെ വിഭാഗമാണ് ഉഴവർ, പ്ലോഗ്മെൻ. ഉഴുന്നവരാണ് അവര്, കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നവര്. മൂന്നാമത്തെ അടിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലേവ്സുകളാണ്. It is assumed that these differences are based on differential access to land, labor and new technologies. അതായത് ഈ വ്യത്യാസങ്ങൾ ഭൂമിയുടെ മേലുള്ള ഓണർഷിപ്പിന്റെയും അതുപോലെ തന്നെ ഓക്യുപ്പേഷന്റെയും അടിസ്ഥാനത്തിലായിരിക്കാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് ചരിത്രകാരന്മാര് അഭിപ്രായപ്പെടുന്നത്. ഈ വെള്ളാളർ എന്ന് പറയുന്നത് അവര് ഭൂമി കൈവശം വെക്കുന്നവരായിരുന്നു. ഈ ഉഴവർ എന്ന് പറയുന്നത് അവർ കൃഷി ചെയ്യുന്നവരായിരുന്നു. അടിമ എന്ന് പറയുന്നത് അവര് അടിമകളായിരുന്നു, സ്ലേവ്സ് ആയിരുന്നു. അങ്ങനെ ഇത് ആ ലാൻഡ് കൈവശം വെക്കുന്നതിന്റെയും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിലാണ് അവിടെ ഡിഫറൻസസ് ഉണ്ടായിരുന്നത് എന്നാണ്. The record generally about grant to religious institutions or brahmanas. ഇത്തരത്തിലുള്ള രേഖകൾ പൊതുവെ ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് മതസ്ഥാപനങ്ങൾക്കോ ലാൻഡ് നൽകിയതിനുള്ള ഒരു റെക്കോർഡായിട്ടാണ് കരുതുന്നത്. Most inscriptions in Sanskrit from 7th century, part of the instruction was in Sanskrit, rest was in local language such as Tamil, Telugu. കൂടുതലും ഇൻസ്ക്രിപ്ഷൻസ് സാൻസ്ക്രിറ്റിലായിരുന്നു. 7th സെഞ്ചുറി ആയപ്പോൾ തുടങ്ങി അതിലെ കുറേ ഭാഗങ്ങൾ സാൻസ്ക്രിറ്റിലും ബാക്കിയുള്ള ഭാഗങ്ങൾ ലോക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള തമിഴിലോ അല്ലെങ്കിൽ തെലുങ്കിലോ ആയിരുന്നു. ഇനി നമുക്ക് അത്തരത്തിലുള്ള ഒരു ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. Prabhavati Gupta was daughter of Chandragupta II, the most important Gupta ruler. She was married into the ruling family of Vagadagas, who were very powerful in Deccan. പ്രഭാവതി ഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ അതായത് ഗുപ്ത റൂളറായിട്ടുള്ള ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മകളാണ് ഈ പ്രഭാവതി ഗുപ്ത എന്ന് പറയുന്ന സ്ത്രീ. അവര് ഡെക്കാനിലെ വഗാഡഗാസ് എന്ന് പറയുന്ന ഒരു രാജകുടുംബത്തിലേക്കാണ് അവരെ വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത്. സാൻസ്ക്രിറ്റ് ലീഗൽ ടെക്സ്റ്റ് ഡിനൈ വുമൺ ഇൻഡിപെൻഡന്റ് ആക്സസ് ടു ദ റിസോഴ്സസ് സച്ച് as land. But one inscription indicate that Prabhavati Gupta had access to land which she then granted. സാൻസ്ക്രിറ്റ് നിയമഗ്രന്ഥങ്ങൾ പ്രകാരം ഈ വുമൺസിന് ലാൻഡ് പോലുള്ള സ്വത്തുക്കളിലൊന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട് അവർക്ക് ലാൻഡ് കൈവശം വെച്ചിരുന്നതായും അത് അവര് ഗ്രാൻഡ് നൽകിയതായും അത് ദാനം ചെയ്തതായിട്ടും ഒരു ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ടെന്ന്.
അപ്പൊ അതിനെപ്പറ്റി ഹിസ്റ്റോറിയന്മാരുടെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രഭാവതി വാസ് ഏബിൾ ടു ഗ്രാൻഡ് ഹെർ ലാൻഡ് ബിക്കോസ് ഷീ വാസ് എ ക്യൂൻ, സോ ഇറ്റ് വാസ് എക്സെപ്ഷണൽ സിറ്റുവേഷൻ. അല്ല, ഒരു കൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാവതി ഗുപ്ത എന്ന് പറയുന്നത് അത് ഒരു ക്യൂനായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്കത് കൈവശം വയ്ക്കാനുള്ള അവകാശം ഉണ്ടെന്നും അത് ദാനം നൽകാനുള്ള അവകാശമുണ്ടെന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു. പിന്നെ മറ്റൊരു കൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാവതീസ് ലാൻഡ് ഗ്രാൻഡ് ഷോസ് ദാറ്റ് ദ പ്രീവിയസ് പ്രൊവിഷൻസ് ഓഫ് ലീഗൽ ടെക്സ്റ്റ് നോട്ട് ഓൾവേസ് യൂണിഫോംലി ഫോളോഡ്. അതായത് ഈ ലീഗൽ ടെക്സ്റ്റിലുള്ള പ്രൊവിഷൻസ്, അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നില്ല. അതായത് ഉയർന്ന വർഗത്തിൽപ്പെട്ടവർക്ക് മറ്റൊരു തരത്തിലുള്ള നിയമമായിരുന്നു. അങ്ങനെ ആയിരിക്കാം എന്നാണ് ഒരു കൂട്ടര് പറയുന്നത്. ഇൻസ്ക്രിപ്ഷൻ ഗീവ് ആസ് ആൻ ഐഡിയ അബൌട്ട് റൂറൽ പോപ്പുലേഷൻ. ഈ ഇൻസ്ക്രിപ്ഷൻ നമുക്ക് റൂറൽ പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നൽകുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദി ഇൻസ്ക്രിപ്ഷൻ, ദ വില്ലേജ് വുഡ് ഹാവ് ടു ഒബേ ന്യൂ ലാൻഡ് ലോർഡ്സ് ഓഫ് ദി വില്ലേജ്. ഇൻസ്ക്രിപ്ഷൻസ് അനുസരിച്ചിട്ട് ഗ്രാമത്തിലെ ഹെഡിനെ, വില്ലേജിലെ ലാൻഡ് ലോർഡ്സിനെ, അതായത് ഗ്രാമത്തിലെ മുഖ്യനെ അവിടുത്തെ ജനങ്ങൾ അനുസരിക്കുകയും അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന്റെ, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു അതിനെ സൈസ്, ആ ലാൻഡ് കൊടുക്കുന്നതിന്റെ സൈസിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ലാൻഡിന് കൊടുക്കുന്ന അവകാശത്തിന്റെയും സൈസിന്റെയും അവകാശത്തിന്റെയും അടിസ്ഥാനത്തിൽ റീജിയണൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. According to some historians, land grant were part of a strategy adopted by rulers to extend agriculture to new areas. ചില ഹിസ്റ്റോറിയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജിയാണ്. അവരുടെ അഗ്രികൾച്ചർ പുതിയ ഭാഗങ്ങളിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂളേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി ആണ് ഒരു കൂട്ടര് പറയുന്നത്. Another view is that land grant led to the weakening of kings' political power. As kings were losing control over their samandas, they tried to win allies by making grants of land. അതായത് മറ്റൊരു കൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ ശക്തി ദുർബലപ്പെടുന്നതിന്റെ സൂചനയായിട്ടാണ് ഈ ലാൻഡ് ഗ്രാൻഡ് എന്ന് മറ്റുള്ള ഹിസ്റ്റോറിയൻസ് അവകാശപ്പെടുന്നത്. കാരണം ഈ സാമന്താസിനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, ഗുപ്തന്മാരെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു സാമന്തന്മാരെ കുറിച്ചിട്ട്. ഓർമ്മയുണ്ടോ? അപ്പൊ ഈ സാമന്തന്മാരുടെ മേലുണ്ടായിരുന്ന നിയന്ത്രണം ഈ റൂളേഴ്സിന് നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ അവര് ഭൂദാനങ്ങളൊക്കെ നൽകിയിരുന്നു. ഭൂമി മറ്റു ചെറിയ ചെറിയ ലാൻഡ് ലോർഡ്സിനൊക്കെ നൽകിയിരുന്നു. അങ്ങനെ അവരുമായിട്ട് സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. They also feel the king tried to project themselves as Superman because they losing control. In such situation, they want to present at least a faked power. രാജാക്കന്മാര് അവർ തങ്ങളെ സ്വയം സൂപ്പർമാനായിട്ട് അവതരിപ്പിച്ചു. അതായത് അമാനുഷിക ശക്തിയുള്ളവരായിട്ടാണ് അവരെ അവതരിപ്പിച്ചത്. കാരണം അവരുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നതായിട്ട് അവർക്ക് തോന്നി. അവർക്ക് ജനങ്ങളുടെ മേലുള്ള കൺട്രോൾ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നി. അധികാരമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അധികാരം അവർക്ക് ലാൻഡിലും ജനങ്ങളിലും അധികാരമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവര് ഭൂദാനം നൽകുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞത് അവിടുത്തെ രാജാവിനെ കുറിച്ചിട്ടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് എന്തൊക്കെയായിരുന്നു എന്നും പിന്നെ അതിനുശേഷം നമ്മൾ അവരുടെ ഉൽപാദനം, അവർക്ക് ഒരുപാട് ടാക്സുകളൊക്കെ അടക്കേണ്ടി വന്നു. അപ്പൊ അവർക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നും പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ റൂറൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നിട്ടുള്ള ഡിഫറൻസസ് നമ്മൾ പറഞ്ഞു. പിന്നെ ലാൻഡ് ഗ്രാൻസിനെ പറ്റിയും ന്യൂ റൂറൽ എലൈറ്റ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ
പറയാൻ പോകുന്നത് അടുത്ത ടോപ്പിക്കാണ് ടൗൺസ് ആൻഡ് ട്രേഡ്. ആ കാലഘട്ടത്തിൽ, അതായത് മൗര്യൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള ടൗൺസിനെ കുറിച്ചും ട്രേഡിനെ കുറിച്ചും പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 4 പാർട്സ് ആണുള്ളത്. ഒന്ന് ന്യൂ സിറ്റീസ്, രണ്ടാമത്തെ അർബൻ പോപ്പുലേഷൻ, എലൈറ്റ്സ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺ, തേർഡ് ട്രേഡ് ഇൻ ദി സബ് കോണ്ടിനെന്റ് ആൻഡ് ബിയോണ്ട്, ഫോർത്ത് കോയിൻസ് ആൻഡ് കിങ്സ്. Towns and trade, new cities. From 6th century BC, many urban centers emerged in several parts of the country. 6th century BC ആയപ്പോൾ BC മുതൽ ഒരുപാട് അർബൻ സെന്റേഴ്സ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഡെവലപ്പ് ചെയ്ത് വന്നു. മോസ്റ്റ് ഓഫ് ദി സെന്റേഴ്സ് വെർ ക്യാപിറ്റൽസ് ഓഫ് മഹാജനപദാസ്. അതിലെ ഭൂരിഭാഗം സെന്റേഴ്സ് മഹാജനപദാസിന്റെ ക്യാപിറ്റൽസ് ആയിരുന്നു. മഹാജനപദ എത്ര എണ്ണാണുള്ളത്? 16. വെരി ഗുഡ്. 16 മഹാജനപദാസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ക്യാപിറ്റൽ പറയാൻ പറ്റുമോ? പറയാം. പാടലിപുത്ര, അത് ഒരു മഹാജനപദയുടെ ക്യാപിറ്റൽ ആയിരുന്നു. അതുപോലെ പലതരത്തില് ഉജ്ജയിന്, പുഹാർ, മധുര, ഇതൊക്കെ ഓരോ മഹാജനപദാസിന്റെയും ക്യാപിറ്റൽ ആയിരുന്നു. അതിന് നമ്മൾ പറഞ്ഞു ആ മഹാജനപദയുടെ ക്യാപിറ്റലാണ് അർബൻ സെന്റേഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതിൽ പാടലിപുത്ര റിവറൈൻസ് റൂട്ടിലായിരുന്നു, അതായത് നദീപ്രാന്ത പ്രദേശത്തായിരുന്നു, നദിയുടെ തീരത്തായിരുന്നു. പിന്നെ ഉജ്ജയിൻ എന്ന് പറയുന്നത് കരമാർഗത്തിനു സമീപമായിരുന്നു. പുഹർ തീരപ്രദേശം. അതുപോലെ മധുര എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ, അതുപോലെ കൊമേഴ്ഷ്യൽ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റിക്ക് അറിയപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു മധുര. ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട അർബൻ സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിലെ രണ്ടാമത്തെ ഭാഗമാണ് അർബൻ പോപ്പുലേഷൻ, എലൈറ്റ്സ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺ. നമ്മൾ മുന്നേ ഈ മഹാജനപദ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, രാജാക്കന്മാരും അതുപോലെ റൂളിംഗ് ക്ലാസ്സും ഒക്കെ കോട്ട കെട്ടി സുരക്ഷിതമായിട്ടുള്ള പ്രദേശങ്ങളിലാണ് താമസിച്ചിരുന്നതെന്ന് പറഞ്ഞു. അവിടെ നിന്നൊക്കെ ഒരുപാട് വസ്തുക്കൾ, അവരുപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കൾ എക്സ്കവേറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വയർ. അത് ധനികരായിരുന്നു ഈ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വയർ ഉപയോഗിച്ചിരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത ചായം തേച്ച് മിനുക്കിയ പാത്രങ്ങൾ. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കറുത്ത് മിനുസമുള്ള പാത്രങ്ങളാണ് ഈ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വയർ എന്ന് അറിയപ്പെടുന്നത്. അവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് ബൗൾസും അതുപോലെ തന്നെ ഡിഷസ് ഒക്കെ ആയിരുന്നു. പിന്നെ അതുകൂടാതെ ഓർണമെന്റ്സ്, ടൂൾസ്, വെപ്പൺസ്, വെസൽസ്, ഫിഗറിൻ മെയ്ഡ് ഓഫ് എ വൈഡ് റേഞ്ച് ഓഫ് മെറ്റീരിയൽസ്, ഗോൾഡ്, സിൽവർ, കോപ്പർ, ബ്രോൺസ്, ഐവറി, ഗ്ലാസ്, ഷെൽ ആൻഡ് ടെറാക്കോട്ട. ഗോൾഡ് കൊണ്ടും സിൽവർ കൊണ്ടും അതുപോലെ കോപ്പർ, ബ്രോൺസ്, ഐവറി, ഗ്ലാസ്, ഷെല്ല്, ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ കളിമണ്ണ്, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള ഓർണമെന്റ്സ്, ടൂൾസ്, വെപ്പൺസും വെസൽസും അതുപോലെ തന്നെ ഫിഗറിൻസും ഒക്കെ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. By the 2nd century BCE, we find short votive inscription in a number of cities. votive എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിപാട്, ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. Mention the name of the donor and sometimes specify his or her occupation as well. വഴിപാട് നടത്തിയിരുന്ന ഡോണറുടെ പേരും അതുപോലെ തന്നെ അവരുടെ ജോലിയും ഇതിൽ രേഖപ്പെടുത്തിയിരുന്നു ഈ ഇൻസ്ക്രിപ്ഷൻസിൽ. പീപ്പിൾ ലിവ്സ് ഇൻ ടൗൺസ്. നഗരങ്ങളിൽ ജീവിച്ചിരുന്ന ജനവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ്
കിങ്സ്, ഒഫീഷ്യൽസ്, ഗോൾഡ്സ്മിത്ത്, പോട്ടേഴ്സ്, മെർച്ചൻസ്, കാർപ്പൻറ്റേഴ്സ്, സ്ക്രൈബ്സ്, വീവർ, വാഷിംഗ് ഫ്ലോക്ക്, റിലീജിയസ് ടീച്ചേഴ്സ്, ബ്ലാക്ക് സ്മിത്ത്. ഇവരൊക്കെ നഗരങ്ങളിൽ ജീവിച്ചിരുന്നവരാണ്. ഇവർക്കൊക്കെ ഒരു പ്രത്യേക ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അതിനെ പറയുന്ന പേരാണ് ശ്രേണീസ് അഥവാ ഗിൽഡ് എന്ന്. ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മെർച്ചൻസ് ആർ മെൻഷൻ ഇൻ ഇൻസ്ക്രിപ്ഷൻ. ഈ മെർച്ചൻസിൻ്റെയും അതുപോലെ തന്നെ ക്രാഫ്റ്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഇൻസ്ക്രിപ്ഷനിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഗിൽഡ് അല്ലെങ്കിൽ ശ്രേണി എന്ന്. ഇനി ഈ ഗിൽഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഗിൽഡ് പ്രോബബ്ലി പ്രൊക്യൂർഡ് റോ മെറ്റീരിയൽസ്, റെഗുലേറ്റഡ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റഡ് ദ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. ഗിൽഡുകൾ അവർ റോ മെറ്റീരിയൽസ് ശേഖരിക്കുകയും അതുപോലെ തന്നെ പ്രൊഡക്ഷനെ നിയന്ത്രിക്കുകയും പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ വസ്തുവിനെ, ആ ഉൽപ്പന്നത്തെ വിപണിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നത് ഗിൽഡുകളാണ്. അതാണ് ഗിൽഡിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് ഒരു പ്രത്യേക ഓരോ തൊഴിലിനും ഓരോ ഗിൽഡുകളാണ് ഉണ്ടായിരുന്നത്. കാർപ്പൻറ്റേഴ്സിന്റെ ഗിൽഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്ലാക്ക് സ്മിത്തിന്റെ ഗിൽഡ് ഉണ്ടായിരുന്നു, ഗോൾഡ് സ്മിത്തിന്റെ ഗിൽഡ് ഉണ്ടായിരുന്നു. അവരൊക്കെ അതിന് കുറെ നോംസ് ഒക്കെ ഉണ്ടായിരുന്നു. അവര് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട്. ക്രാഫ്റ്റ് പേഴ്സൺ യൂസ്ഡ് എ റേഞ്ച് ഓഫ് അയൺ ടൂൾസ് ടു മീറ്റ് ദ ഗ്രോയിങ് ഡിമാൻഡ്സ് ഓഫ് അറബൻ എലൈറ്റ്സ്. ഈ അറബൻ എലൈറ്റ്സിന്റെ വർദ്ധിച്ചു വരുന്ന അവരുടെ ആവശ്യങ്ങളൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് ഈ ക്രാഫ്റ്റ് പേഴ്സൺസ് പലതരത്തിലുള്ള ഇരുമ്പിന്റെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിരുന്നു. അടുത്താണ് ഇതിൽ മൂന്നാമത്തെ പറയുന്നതാണ് ട്രേഡ് ഇൻ ദി സബ് കോണ്ടിനെന്റ് ആൻഡ് ബിയോണ്ട്. ലാൻഡ് ആൻഡ് റിവർ റൂട്ട്സ് ക്രിസ് ക്രോസ്ഡ് ദ സബ് കോണ്ടിനെന്റ് ആൻഡ് എക്സ്റ്റെൻഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. അതായത് BC 6-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ലാൻഡ് റിവർ റൂട്ട്സ് പരസ്പരം ഖണ്ഡിക്കുകയും അത് പല ദിശകളിലേക്ക് വ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഓവർലാൻഡ് ട്രേഡ് വാസ് എക്സ്റ്റെൻഡഡ് ഇൻ ടു ദി സെൻട്രൽ ഏഷ്യ ആൻഡ് ബിയോണ്ട്. ഓവർലാൻഡ് ട്രേഡ് അതായത് കരമാർഗമുള്ള ട്രേഡ് സെൻട്രൽ ഏഷ്യയിലേക്കും അതിനപ്പുറത്തേക്കൊക്കെ വ്യാപിച്ചു. അതുപോലെ ഓവർസീ ട്രേഡ് വാസ് എക്സ്റ്റെൻഡഡ് അക്രോസ് അറേബ്യൻ സീ ടു ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക ആൻഡ് വെസ്റ്റ് ഏഷ്യ. ഓവർസീ ട്രേഡ് അതായത് കടൽ മാർഗമുള്ള ട്രേഡ് അറേബ്യൻ സീ മുതൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക അതുപോലെ വെസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു. അതുകൂടാതെ ട്രേഡ് ബേ ഓഫ് ബംഗാൾ മുതൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും അതുപോലെ ചൈനയിലേക്കൊക്കെ വ്യാപിച്ചു. റൂളേഴ്സ് ഓഫ്റ്റൻ ട്രൈഡ് ടു കൺട്രോൾ ദീസ് ട്രേഡ് റൂട്ട്സ് ബൈ ഓഫറിംഗ് പ്രൊട്ടക്ഷൻ ഫോർ എ പ്രൈസ്. ഈ ട്രേഡ് റൂട്ടുകളുടെയൊക്കെ പ്രൊട്ടക്ഷൻ റൂളേഴ്സ് ഏറ്റെടുത്തിരുന്നു. അതിന് പകരമായിട്ട് ഈ റൂളേഴ്സിന് അവര് ഒരു നിശ്ചിത തുക നൽകണമായിരുന്നു. അവര് കൊള്ളക്കാരിൽ നിന്നൊക്കെ ഈ ട്രേഡ് റൂട്ട്സിൽ കൂടെ കരമാർഗത്തിൽ തന്നെ കടൽ മാർഗത്തിൽ കൂടെയും ഒരുപാട് പെഡലേഴ്സ് കച്ചവടക്കാര് അതുപോലെ വ്യാപാരികള് സീഫറേഴ്സ് അതായത് സമുദ്ര സഞ്ചാരികളൊക്കെ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്തിരുന്നു. പെഡലേഴ്സ് കാൽനടയായിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. മെർച്ചൻസ് കാളവണ്ടികളും അതുപോലെ തന്നെ മറ്റു ഭാരം ചുമക്കുന്ന മൃഗങ്ങളെയും ഉപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. There were also seafarers whose venture were risky but highly profitable. അതുപോലെ തന്നെ ഈ സമുദ്ര സഞ്ചാരികളുടെ യാത്ര എന്ന് പറയുന്നത് അത് വളരെയധികം റിസ്ക് ഉള്ളതായിരുന്നു. പക്ഷെ അത് പ്രോഫിറ്റബിൾ ആയിരുന്നു ഇവർക്ക്. കാരണം ഈ റിസ്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ കൊള്ളക്കാരുടെയൊക്കെ ആക്രമണവും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാൽ ഇവർക്ക് ഈ കടലിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെയധികം ലാഭകരമായിരുന്നു. മെർച്ചന്റ് ഹൂ സക്സീഡഡ് ഇൻ ദയർ ട്രേഡ് ബിക്കെയിം ഇനോർമസ്ലി റിച്ച്. ട്രേഡിലൂടെ റിച്ചായ മെർച്ചൻസ് വ്യാപാരികൾ ട്രേഡിലൂടെ വളരെയധികം റിച്ചായി മാറി, ധനികരായിട്ട്. They were designated as Masattuvan in Tamil and Settis and
സട്ടവഹാസ് ഇൻ പ്രാകൃത്. തമിഴില് അവരെ മസസട്ടുവൻ എന്നും അതുപോലെ പ്രാകൃതില് സെത്തീസ് എന്നും സത്തവഹാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എ വൈഡ് റേഞ്ച് ഓഫ് ഗുഡ്സ് വെർ ക്യാരിഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരുപാട് ഗുഡ്സുകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇറ്റ് ഇൻക്ലൂഡ് സാൾട്ട്, ഗ്രെയിൻ, ക്ലോത്ത്, മെറ്റൽ ഓർസ് ആൻഡ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, സ്റ്റോൺ, ടിമ്പർ, മെഡിസിനൽ പ്ലാന്റ്സ് എക്സെട്ര. ടെക്സ്റ്റൈൽസ്, മെഡിസിനൽ പ്ലാന്റ്സ് ആൻഡ് സ്പൈസസ് എസ്പെഷ്യലി പെപ്പർ വെയർ ഇൻ ഹൈ ഡിമാൻഡ് ഇൻ റോം. തുണിത്തരങ്ങളും അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളും കുരുമുളകൊക്കെ റോമൻ എംപയറിൽ വളരെയധികം ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഓൾ ദീസ് ഐറ്റംസ് വെർ ട്രാൻസ്പോർട്ടഡ് അക്രോസ് അറേബ്യൻ സീ ടു ദി മെഡിറ്ററേനിയൻ. ഇതെല്ലാം ഈ അറേബ്യൻ സീയിലൂടെ മെഡിറ്ററേനിയനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. ഇനി ഇതിൽ ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് രാജാക്കന്മാരെ പറ്റിയിട്ടുള്ള ഒരു ജനകീയ കാഴ്ചപ്പാടിനെ പറ്റിയിട്ടാണ്. അതില് നമ്മൾ ഫസ്റ്റ് ഭാഗത്തില് നമ്മൾ പറഞ്ഞത് രാജാക്കന്മാരെ ജനങ്ങള് എങ്ങനെയാണ് കരുതിയിരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അതൊന്നും നമ്മുടെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടില്ല എന്നും പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ചരിത്രകാരന്മാര് ജാതക കഥകളും അതുപോലെ പഞ്ചതന്ത്രങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് രാജാക്കന്മാരെ കുറിച്ചിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ജനങ്ങളിൽ നിന്നും അമിതമായിട്ടുള്ള നികുതി ഒക്കെ പിരിച്ചെടുത്തിരുന്നു. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങള് ഉപയോഗിച്ചു. ചെറുതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ അതുപോലെ കുളങ്ങളും അതുപോലെ തന്നെ കനാൽ മാർഗങ്ങളൊക്കെ അവര് ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ ഉണ്ടായിരുന്ന ഡിഫറൻസസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഓരോ ജനവിഭാഗങ്ങളും അവർക്ക് ലാൻഡിന്റെ ഓണർഷിപ്പിന്റെയും ഓക്യുപ്പേഷന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ പലതായിട്ട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് ഭൂദാനത്തെ കുറിച്ചിട്ടാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് പ്രഭാവതി ഗുപ്തയുടെ ഭൂദാനത്തിനെ കുറിച്ചിട്ടാണ്. സാൻസ്ക്രിറ്റ് ലീഗൽ ടെക്സ്റ്റ് പ്രകാരം സ്ത്രീകൾക്ക് ഭൂമി പോലുള്ള വസ്തുക്കളിലൊന്നും സ്വതന്ത്രമായിട്ടുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഈ പ്രഭാവതി ഗുപ്തയ്ക്ക് അതിൽ അധികാരം ഉണ്ടായിരുന്നതായും അത് അവര് ദാനം ചെയ്തതായിട്ടും പറഞ്ഞു. പിന്നെ നമ്മൾ നോക്കിയത് പട്ടണങ്ങളെ കുറിച്ചിട്ടാണ്. പട്ടണങ്ങളും വ്യാപാരവും, ട്രേഡ് ആൻഡ് ടൗൺസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. അതില് സിറ്റീസുകൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള മൗര്യന്മാർക്ക് ശേഷം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള സിറ്റീസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഗിൽഡ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ വിവിധ തരത്തിലുള്ള ലാൻഡ് ആൻഡ് സീ റൂട്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി അതിന്റെ ഒരു ഭാഗം കൂടി ഉണ്ട്, കോയിൻസിനെ കുറിച്ചിട്ട് നോക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.